ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ രാവിലെ കെട്ടിയവനും കുട്ടികളൊക്കെ പോയി ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവും പഴവുമായിരുന്നു. പിന്നെ ഉച്ചക്കത്തേനായിട്ട് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ടൊമാറ്റോ റൈസ് തന്നെയാണ് കൊണ്ടുപോയത്. കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോനാണെങ്കിൽ അതിന് റെഡ് കളർ ബിരിയാണി എന്നാണ് പറയണേ. അങ്ങനെ രാവിലത്തെ പണികളൊക്കെ പാത്രം കഴുകും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പം മൊത്തം ഒരുമിച്ചൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. ഞാൻ ക്ലീനിങ് ചെയ്യുന്നത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പം ഈ അലമാരിയും ബർത്തുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ച് സമയമൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് അടുക്കളയുടെ താഴത്തെ കബോർഡ് ഒരു സൈഡ്, എനിക്ക് രണ്ട് സൈഡിലായിട്ടാണ് കബോർഡ് ഉള്ളത്. ചെറിയ അടുക്കളയെ കുറച്ച് സ്പേസൊക്കെ ഉള്ളൂ. അപ്പം അടുക്കളയുടെ താഴത്തെ കബോർഡിൽ അങ്ങനെ കള്ളികളായിട്ട് തിരിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ അതിന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഡോറ് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഡോറിലൊക്കെ നമ്മളിങ്ങനെ പണികളൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് തെറിക്കുമായിരിക്കും. അപ്പം പിന്നെ നിലത്തു നിന്നുള്ള പൊടി തെറിക്കുമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും അഴുക്കൊക്കെ പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ച് നാളൊക്കെ കൂടുമ്പോൾ, ഒരു 5-6 മാസമൊക്കെ കൂടുമ്പം ഞാൻ അവിടേക്കൊന്ന് സോപ്പിട്ട് ബ്രഷ് വെച്ചിട്ട് ഉരച്ച് കഴുകാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ ലിക്വിഡിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ബ്രഷ് ഇട്ടിട്ട് ഉരച്ച് കഴുകുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒറ്റയ്ക്കുള്ളൂ ഇതാരോടായി സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കണതാണ് കേട്ടോ. അപ്പം നമുക്കൊരു ഒറ്റപ്പെടൽ തോന്നുകയല്ല. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഇങ്ങനെ ഓരോ പണികളൊക്കെ എടുത്തുകൊണ്ട് നടക്കുമ്പം ആരെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ചിന്ത വരുമല്ലോ. ഇതിപ്പോൾ ഞാൻ തന്നെ സംസാരിക്കും, ചുമ്മാ പാട്ടൊക്കെ പാടും, ഉറക്കെ പാട്ടൊക്കെ പാടും, വേറെ ആരും കേൾക്കാനില്ലല്ലോ. പ്രത്യേകിച്ച് മഴയും കൂടെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒച്ച കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ പാടും, തന്നെ സംസാരിക്കും. എൻ്റെ പാത്രങ്ങളോടും ഭിത്തിയോടും ഫർണിച്ചറിനോടും ഒക്കെ ഞാൻ സംസാരിക്കും. അല്ലെങ്കിൽ ചിലപ്പം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ട് നടക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഒറ്റപ്പെടൽ അങ്ങനെ തോന്നുകയല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ. അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ. വിഷയം എന്ന് പറയുമ്പോൾ ഞാൻ തമ്മിലിൽ കൊടുത്തിരിക്കുന്ന പോലെ ആദ്യത്തെ പെണ്ണുകാണലും വിശ്വാസവും അതെൻ്റെ കഥയല്ല കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അമ്പിളി, അവളുടെ കഥയാണ് കേട്ടോ. എനിക്കിങ്ങനെ ആരെങ്കിലും കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പഴയ കഥകളും കൂട്ടുകാരുടെ കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്പിളി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊന്നും അല്ല കേട്ടോ. കുറച്ച് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, എൻ്റെ കൂട്ടുകാരിയുടെ കസിനാണ്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതാണ്. ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു. അപ്പം അമ്പിളി ഞങ്ങളുടെ ഹോസ്റ്റലിലല്ലായിരുന്നു, അവൾ കുറച്ചുകൂടെ ദൂരെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എപ്പോഴും കാണലൊന്നും ഇല്ലായിരുന്നു. അപ്പം വല്ലപ്പോഴും ഒക്കെ എങ്ങനെ കാണാറുണ്ടായിരുന്നു അവളെ. അങ്ങനെ ഇരിക്കുമ്പം എനിക്കാണെങ്കിലും അമ്പിളിക്കാണെങ്കിലും അതുപോലെ ഞങ്ങളുടെ ഒരു കുറച്ച് 5-6 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഞങ്ങൾ കണ്ടുമുട്ടാണ്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അമ്പിളിയുടെ കസിൻ എന്ന് പറഞ്ഞ്. അപ്പം അവളുടെ കല്യാണം ഞങ്ങളുടെ കല്യാണം നടക്കുന്നതിനേക്കാളും ഒരു 2 വർഷം മുമ്പേ നടന്നതാണ്. അപ്പോൾ അവൾ ഹസ്ബൻഡുമായിട്ട് അവിടെ അടുത്ത് തന്നെ, ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു വീടെടുത്ത് താമസിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചിലപ്പം ഈ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ ഒരു 3-4 ഫ്രണ്ട്സ് ഞങ്ങൾ ഒരുമിച്ച് അവളുടെ വീട്ടിൽ പോവുകയും കാണുകയും, ചിലപ്പോൾ അവൾ നല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഒരു സൺഡേ ആണെന്ന് തോന്നുന്നു, ഞങ്ങളവിടെ രാവിലെ ചെന്ന് കഴിഞ്ഞപ്പം അമ്പിളി അവിടെയുണ്ട്. തലേദിവസം വന്നതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അമ്പിളിയുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ് ആളുടെ ആദ്യത്തെ പെണ്ണ് കാണലാണെന്ന് അന്ന്. അപ്പം അവൾ പറഞ്ഞു, ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു, എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും നേരിട്ട് കണ്ടിട്ടില്ല, ഇത് തന്നെ നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നേരപ്പോൾ എനിക്കുണ്ടല്ലോ ഒരു 4 ചെറുക്കന്മാരെന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എൻ്റെ സൗന്ദര്യം കൊണ്ടായിരിക്കണം, എന്നെ കാണാൻ ഒന്നിനും കൊള്ളില്ലായിരുന്നു. മെലിഞ്ഞ് ഞാൻ എന്നെ ഒരു 10-12 പേരും കണ്ട് കാണാൻ വന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ ഒരേ കാരണം ഇതാണ്, ഭയങ്കര മെലിഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെലിഞ്ഞു ഉണങ്ങി അതുപോലെയായിരുന്നു ഇരിക്കുന്നത്. അപ്പം എൻ്റെ ഒന്നും ഉടനെ നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അപ്പം പക്ഷേ നമുക്കൊരു ആഗ്രഹമുണ്ടല്ലോ, കല്യാണം ആലോചിക്കാൻ തുടങ്ങി കഴിയുമ്പം ആരും തന്നെ എത്ര കുറവ് ആൾക്കാരെ കാണുന്നു അത്രയും നല്ലത്, എത്ര പെട്ടെന്ന് കല്യാണം നടക്കുന്നു അത്രയും നല്ലത് എന്നുള്ളൊരു രീതിയുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ
കൂടുതൽ ആൾക്കാരെ കാണാനുള്ള ഒരു താല്പര്യക്കുറവ്. അപ്പോൾ അമ്പിളി പറഞ്ഞു എനിക്ക് ഈ കല്യാണം തന്നെ നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, വേറെ നടക്കും എന്നവൾ പറഞ്ഞു. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, എൻ്റെ അമ്പിളി അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, എൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. എവിടെ ഇപ്പം എന്നെ കാണാൻ 4 പേരെ എന്നെ കാണാൻ വന്നു, ആർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല, ഇനി എപ്പോഴാണാവോ നടക്കുന്നത്, അതൊക്കെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളാണ്, അങ്ങനെയൊന്നും നടക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞേ. അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, നീ പറയണത് പോലെയല്ല, ഇത് നടക്കും, നീ കണ്ടോ എന്ന് പറഞ്ഞു. എനിക്ക് അവളുടെ ആ ഒരു വിശ്വാസത്തിൽ എനിക്ക് ഭയങ്കര അതിശയം തോന്നി കേട്ടോ. അപ്പോൾ പിന്നെ എന്നാലും ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇവൾക്ക് എന്താ ഇത്രയ്ക്കങ്ങ് ഉറപ്പ്, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ചെറുക്കനെ, പിന്നെ എന്താണ് ഇവൾക്ക് ഇത്രയ്ക്കങ്ങ് ഉറപ്പ് എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയി കേട്ടോ. അപ്പം ഇവളെ ഉച്ചയ്ക്കാണ് ചെറുക്കൻ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് സംഭവിച്ചതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ അതങ്ങ് വിട്ടു കളഞ്ഞു. അപ്പോൾ എന്നാ ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, അമ്പിളിയുടെ കസിൻ, അവൾ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു അമ്പിളിയുടെ ആ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. ഭയങ്കര അതിശയായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞായിരുന്നല്ലോ അത് നടക്കണം എന്നാണ് ആഗ്രഹം, അത് നടക്കുമെന്ന്. അപ്പം ഇവൾ പറയണ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ വിശ്വാസമാണെന്ന് പോലും. അവൾ ആ ഒരു കാര്യം വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് നടന്ന് കിട്ടിയിരിക്കും, അത്രയ്ക്ക് ഭയങ്കര ഒരു വിശ്വാസമാണെന്ന് പോലും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ദൈവവിശ്വാസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടാൽ നേരിട്ട് അത്രയ്ക്ക് നല്ല ക്ലോസ് ഫ്രണ്ട് അല്ലാത്തതുകൊണ്ട് അവളെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. പക്ഷേ അവളുടെ കസിനായിട്ടുള്ള എൻ്റെ കൂട്ടുകാരി പറഞ്ഞാണ് അറിഞ്ഞത് അവൾ ഭയങ്കര ദൈവവിശ്വാസിയാണെന്ന്. ദൈവവിശ്വാസി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ദൈവവിശ്വാസം ഉള്ളവരെന്നൊക്കെ പറയുമ്പം എപ്പോഴും പള്ളിയിലോ അമ്പലത്തിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവുക, എപ്പോഴും പ്രാർത്ഥിക്കുക, ഭയങ്കര അങ്ങനെ ഭയങ്കര ദൈവവിശ്വാസത്തോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ആരാധനാലയത്തിൽ പോക്കും പിന്നെ പ്രാർത്ഥന അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും അല്ല ഇവളങ്ങനെ. സൺഡേ പള്ളിയിൽ പോകും, പിന്നെ അങ്ങനെ അത്യാവശ്യമുള്ളപ്പം വല്ലപ്പോഴും ഒക്കെ പള്ളിയിൽ പോകും. പിന്നെ എന്താണ് പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഭയങ്കര അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കലല്ലെന്ന് പോലും, പക്ഷെ ഇവള് അങ്ങ് ദൈവത്തോട് സംസാരിക്കലാണെന്ന് പോലും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരാളെ ആ ടൈപ്പിലുള്ള ഒരാളെ നേരത്തെ കണ്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ കൂടെ ദൈവം ഉണ്ടെന്നാണ് ഇവളുടെ ഉറച്ച വിശ്വാസം. അപ്പോൾ ഇവൾക്ക് എന്ത് വേണം, എന്താവശ്യമുണ്ടോ, എന്ത് കാര്യമുണ്ടോ അവൾ അതെല്ലാം ചുമ്മാ അങ്ങ് ദൈവത്തോട് പറയുകയാണെന്ന്. എൻ്റെ ദൈവമേ ഇതാണ് എൻ്റെ ആഗ്രഹം, ഇതെനിക്ക് സാധിച്ചു തരണം, സാധിച്ചു തന്നേ പറ്റുള്ളൂ, അങ്ങനെ ഉറപ്പിച്ചങ്ങ് പറയുകയാണെന്ന് പോലും. അത് അവൾക്ക് സംഭവിച്ച് കിട്ടിയിരിക്കും, അങ്ങനെയാണെന്ന്. അവളുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണെന്ന് പോലും. അതൊരു ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന സംഭവം നമുക്ക് കിട്ടും എന്നുള്ള ആ ഉറച്ച ഒരു വിശ്വാസം ഉണ്ടല്ലോ. ദൈവത്തോട് ഞാനങ്ങ് പറഞ്ഞു, അത് ദൈവം എനിക്ക് സാധിച്ചു തന്നിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ. എനിക്കൊന്നും അങ്ങനെ ഇല്ല കേട്ടോ, ഉള്ള സത്യം പറയാമല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അതിശയമായി കേട്ടോ. അപ്പം നമുക്കൊക്കെ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ഇങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ. നമ്മളൊക്കെ ആവശ്യം വരുമ്പോൾ ഇപ്പോൾ രോഗങ്ങൾ മാറ്റിത്തരണേ, കല്യാണം നടക്കണേ, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണേ, പഠിച്ചതൊക്കെ മറന്നു പോകാതെ ഓർത്തിരുന്ന് എഴുതാൻ സാധിക്കണം, അങ്ങനെ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം പ്രാർത്ഥിക്കും. പക്ഷേ ഇങ്ങനെ ഒരു സംസാരവും ആ ഒരു ഭയങ്കര വിശ്വാസവും ഉണ്ടല്ലോ, അത് പല ആൾക്കാർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികളാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഒരു 99% പേർക്കും ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ലെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അവളുടെ ഈ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഇത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഇന്നത്തെ കഥ. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് എത്താം.